ക്യാരക്ടർ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണ്. തെറ്റുകൾ തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാരോടും പറയുക. ബിക്കോസ് ഞങ്ങൾക്ക് സൂപ്പർ സ്റ്റാർസ് ഒന്നുമില്ല സിനിമയില്. സപ്പോർട്ട് ചെയ്യുന്ന സൂപ്പർ സ്റ്റാറാണ്. അതെ, സിനിമ തന്നെയല്ലേ സൂപ്പർ സ്റ്റാർ. സിനിമയുടെ കോൺടെന്റും അതൊക്കെ അത് തന്നെയാണ് നമ്മളിപ്പോ കണ്ടത്. ഇതൊരു സൂപ്പർ സ്റ്റാർ പടമൊന്നും അല്ലെന്ന് ഭാവനയും അയ്യോ അങ്ങനെയൊന്നും പറയില്ലേ എന്നും മഞ്ജു വാര്യരും കേട്ടുനിന്ന ആൾക്കാരാണെങ്കിൽ പറയുന്നു സൂപ്പർ സ്റ്റാർ ഇല്ലെങ്കിലും സൂപ്പർ സ്റ്റാർ വന്നില്ലേ പടം കാണാനെന്നും. ഭാവനയുടെ സിംപ്ലിസിറ്റി ഓൾവേസ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പിന്നെ മഞ്ജു വാര്യർ നടിയുടെ സൂപ്പർ സ്റ്റാർ പരിവേഷം എനിക്ക് അതിനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല. മഞ്ജു വാര്യർ നടിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഏറ്റവും അവരുടെ ക്യാരക്ടറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എവിടെ വന്നാലും ചിരിച്ചിട്ടൊരു മുഖത്തോടെ എല്ലാവരോടും സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കാതെ പോകുന്ന ഒരു വലിയൊരു കലാകാരി. പക്ഷേ ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോഴേ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് ചാർത്തി കൊടുക്കാവുന്ന ഒരു പേരാണ്. അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മലയാളത്തിൽ ഏതൊരു നടിയുള്ള ഉർവശി തന്നെയാണ്. ഏത് സംഭവം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിലും കോമഡി ആയാലും ഒരു നായിക കോമഡി ചെയ്യുന്നത് വളരെ വിരളമാണ്. മലയാളത്തിൽ അങ്ങനെ ഒരു നടി വേറെ ഇല്ലെന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെ നോക്കുമ്പോൾ മഞ്ജുവിന് അത് വഴങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആട്ടോ. എന്തായാലും അനോമിക്ക് എല്ലാവിധ ആശംസകളും.